ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹണി ചിക്കൻ റെസിപ്പിയും കൊണ്ടാണ്. ഇത് കുട്ടികൾക്കുള്ളൊരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. അപ്പോൾ അവർ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിനെന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആകുമ്പോൾ നമുക്ക് ബോൺലെസ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഗാർലിക് പൗഡർ എല്ലാവരുടെ അടുത്തും അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് കാണിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഹണി ചിക്കൻ അത്ര സ്പൈസി അല്ലാത്തൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്താൽ മതി. ഉണക്കമുളകൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുട്ടികൾക്കാവുമ്പോൾ ഇതാണ് നല്ലത്. അവരൊരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും ഇത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു ബൗളെടുത്തിട്ടുണ്ട്. നമുക്ക് ഹണി സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേനാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. അതും 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസൊക്കെ ഉള്ള ഒരു അളവാട്ടോ ഇത്. അപ്പോൾ 2 എണ്ണം ആകുമ്പോൾ നിങ്ങളിതിൻ്റെ ഡബിളൊക്കെ എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കുക. ഒരു മുട്ടൻ്റെ വെള്ളയും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഒരു മുട്ട മുഴുവനായിട്ട് നമുക്ക് വേണ്ട, അതിൻ്റെ ആ ഒരു വൈറ്റ് മാത്രം ചേർത്താൽ മതി. അതൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം തിക്കായിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് വേണ്ട, കുറച്ച് ലൂസായിട്ട് തന്നെ വേണം. തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ മുകളിലുള്ള കോട്ടിങ് കുറച്ച് കട്ടിയായി പോവും. അതിൻ്റെ ആവശ്യമില്ല. ഒരു തിന്നായിട്ടുള്ളൊരു ലെയറാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ നേരത്തെ ഉപ്പും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇത് പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇത് ഓരോ പീസസ് ഇങ്ങനെ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ചിട്ടിട്ട് നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇങ്ങനെ എണ്ണയ്ക്ക് കോരിയിട്ട് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു ഭാഗം റെഡി ആകുമ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കും. പിന്നെ 2 ഭാഗം ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. അപ്പോൾ ഞാനിത് വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ടിരിക്കുക. ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ തന്നെ എടുക്കുക. അപ്പോൾ നമുക്കിതൊരു ഭാഗം റെഡി ആയിട്ടുണ്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് 2 ഭാഗം റെഡി ആയിട്ട് ഇതൊന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാന് വെക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ നമുക്ക് ഈ സോസിൽ കിടന്നിട്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഈ സോസ് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സോസ് ശരിക്കും ചിക്കനിലൊക്കെ പിടിച്ചിട്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കുക. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ എള്ള് ചേർക്കുന്നത് കാണാനും ഭംഗിയാണ്, അതുപോലെ തന്നെ ചിക്കൻ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റുമാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹണി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഈ ഹണി ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.